ഇടുക്കി രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് തടഞ്ഞതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കേരളത്തിന്റെ ഭൂമി കയ്യേറി ബോർഡ് സ്ഥാപിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എം മണി MLA പറഞ്ഞു. നടപടിക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ തിങ്കളാഴ്ച കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കും. രാമക്കൽമേട്ടിലെ പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള വഴി കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് വനം വകുപ്പ് അടച്ചത്. കേരളത്തിന്റെ അധീനതയിലുള്ള പ്രദേശവും അടച്ചാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന പാതയാണിതെന്നും എം മണി MLA പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തെ പരിഗണിക്കുന്നതിന് പകരം ഈ നില പ്രകോപനപരമായി പെരുമാറിയാൽ അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. നമുക്ക് ഗവൺമെന്റിനെ അനുവദിക്കാം. കാനനപാത കടന്നുപോകുന്ന പ്രദേശത്തിന്റെ ഒരു ഭാഗം കേരളത്തിലാണ്. ഇവിടേക്കുള്ള പ്രവേശനം കൂടിയാണ് തമിഴ്നാട് തടഞ്ഞിരിക്കുന്നത്. ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടഞ്ഞതിനെതിരെ പ്രതിഷേധവും ശക്തമായി. ബോർഡ് മാറ്റി വഴി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുമെന്ന് വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. ടൂറിസ്റ്റുകൾക്ക് കടന്നു വന്ന് അവർക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് തടസ്സം നിൽക്കുന്ന തമിഴ്നാടിന്റെ മാത്രമല്ല, ഇപ്പോൾ റീസെന്റായിട്ട് കേരളത്തിന്റെ വനം വകുപ്പും ടൂറിസം മേഖലകളെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതിനോടും വ്യാപാരി വ്യവസായി സമിതി ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് മുതിരുകയാണ്. എം മണി MLAയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികളും മേഖലയിൽ സന്ദർശനം നടത്തി. അമൃത ന്യൂസ്, ഇടുക്കി.